പാലാ നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം ചൊവ്വാഴ്ച ചർച്ച ചെയ്യും. നഗരസഭയിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ എന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ തീരുമാനമാവും. LDFിൽ 12 അംഗങ്ങളും UDFിൽ 14 അംഗങ്ങളും ഉള്ളപ്പോൾ പ്രമേയം പരാജയപ്പെടേണ്ടതാണെങ്കിലും കോൺഗ്രസിന്റെ നിലപാട് നിർണായകമാകും. UDF ഭരണസമിതിക്കെതിരെ LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലിൻ്റെ പിന്തുണയും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിർണായകമാകും. കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പാലായിൽ UDF ഭരണം തുടരണമെന്നാണ് ആഗ്രഹം. എന്നാൽ ബിജു മാത്യുവും ടോണി തൈപ്പുറമ്പിലും പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പറഞ്ഞു തീർക്കാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു വലുതാക്കിയപ്പോൾ UDF ഭരണത്തെ പോലും ബാധിക്കുന്ന സാഹചര്യമാണ് ഉടലെടുത്തത്. UDF സംസ്ഥാനം ഭരിക്കുമ്പോൾ പാലാ കൈവിട്ടു പോകുന്നത് ഒഴിവാക്കാൻ കോൺഗ്രസ് നേതൃത്വം കൗൺസിലർമാർക്ക് വിപ്പ് നൽകും. ഇപ്പോഴും സ്വതന്ത്ര കൂട്ടായ്മയുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ചില കൗൺസിലർമാർ അവിശ്വാസ ചർച്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ജനം കാത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിട്ടും പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ച LDFിന് കോൺഗ്രസിലെ ചില കൗൺസിലർമാരുടെ നിലപാടുകൾ മൂലം വീണ്ടും ഭരണത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. കോൺഗ്രസ് അതിന് വഴിയൊരുക്കുന്നത് അഭികാമ്യമല്ലെന്ന തിരിച്ചറിവോടെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിർദ്ദേശം നൽകി ഭരണം പിടിച്ചു നിർത്തുമെന്നാണ് UDFിലെ കേരള കോൺഗ്രസ് KDP കക്ഷികൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖർ ചൊവ്വാഴ്ച പാലായിലെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൊണ്ട് UDFിന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുമെന്നും കരുതപ്പെടുന്നു. വികസന കാര്യങ്ങളെക്കാൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലുതാക്കി കാണിച്ച് ചർച്ച ചെയ്യുന്ന പതിവ് രീതിയാണ് പാലാ നഗരസഭാ കൗൺസിലിൽ ഭരണമാറ്റത്തിന് പോലും വഴിയൊരുക്കുന്നത്.